ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമുക്കറിയാം ഒരുപാട് വിശാലമായ ചരിത്രങ്ങളുടെ പിന്നാമ്പുറങ്ങളാണ്. പക്ഷേ അതിലൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്ന സത്യമായ സത്തയാണ്. നമുക്കറിയാം അനാസാഗർ തടാകവും അതിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇന്നും നമുക്ക് മുന്നിൽ ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അജ്മീറിൽ പോയവർക്കറിയാം ഇന്നും സുൽത്താനുൽ ഹിന്ദ് ജീവിച്ചിരിക്കുന്നത് അത് നമ്മളിൽ മാത്രമല്ല. ഇവിടെ ഭരണാധിപന്മാർ ആര് ഭരണത്തിൽ കയറുകയാണെങ്കിലും ആദ്യം പോയി സന്ദർശനം നടത്തുന്നത് അജ്മീർ ഖാജയുടെ അടുക്കലാണ്. ഇതൊക്കെ പകൽ പോലെ സത്യമായ കാര്യമാണ്. നമുക്കറിയാം ഇന്നും ആ മഹാനായ അജ്മീർ ഖാജയുടെ സമീപത്തുള്ള പള്ളികളാണെങ്കിലും അതുപോലെ അവരുടെ കുബ്ബക്ക് മുന്നിൽ ആർമം ചെയ്ത 5 കിലോയിലധികം മൂല്യമുള്ള സ്വർണത്തിന്റെ ആ തട്ടുമെല്ലാം സമർപ്പണം ചെയ്തത് ഇവിടെയുള്ള അവിശ്വാസികളായ ഭരണാധിപന്മാരായിരുന്നു എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയെ പോലെ അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെയുള്ള വിശ്വാസത്തിന്റെ പിറകിലായി. അവർ ഇവിടെ തെളിച്ച സൂഫി ധാരയാണ് അതിന് മാതൃക. നോക്കൂ നിങ്ങൾ, മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ ചെറുപ്പത്തിൽ തന്നെ അല്ലാഹുവിനായി ഇബാദത്തിലും ആ ത്വാഅത്തിനായി ജീവിച്ച മനുഷ്യനാണ്. അങ്ങനെ റൗളയുടെ അരികെ ഒരിക്കൽ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ മുരീദിനെ വിളിച്ചുകൊണ്ട് എവിടെ നിന്നോ ഒരു അശരീരി കേട്ട്, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരല്ല, നിങ്ങൾക്ക് ഞാൻ ഒരു സ്വപ്നം കാണിച്ചു തരികയാണ്. അങ്ങനെ മുറാഖബയിലൂടെ, മുറാഖബ എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ഹൃദയം കൈമാറുന്ന വാചാലത, അത് സൂഫിയാക്കൾക്ക് ലഭിക്കുന്ന ഒരു അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ ഒന്നാണ്. അങ്ങനെ മഹാനായ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനോട്, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരല്ല, നിങ്ങൾ ഇന്ത്യയിലെ അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടെ സ്വപ്നത്തിൽ ആ പ്രദേശം കാണിച്ചു കൊടുക്കുകയും അന്ന് തന്നെ ദമസ്കസിലൂടെയും അതുപോലെ സ്പെയിനിന്റെ താഴ്വരകളിലൂടെയും കടന്ന് മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുഹറം മാസത്തിൽ ഹിജ്റ 561 ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യയിൽ അന്ന് വളരെ കലാപങ്ങൾ നടക്കുന്ന സമയമാണ്. ഇവിടെ ശിഹാബുദ്ദീൻ എന്ന് പറയുന്നവരും അതുപോലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഇവിടുത്തെ ഭരണാധികാരിയും സന്ധിയില പോരാട്ടം നടക്കുകയാണ്. അതിന്റെ കലാപഭൂമിയായിരുന്നു ഡൽഹിയുടെ വനാന്തരങ്ങൾ. ഡൽഹിയുടെ വനാന്തരങ്ങളിലൂടെ ഒളിഞ്ഞും പാർത്തും 2 സഖ്യങ്ങളായി അതിന്റെ പിറകിലാണ് നമ്മളൊക്കെ പഠിച്ച ഗോറി യുദ്ധവും ഒക്കെ കടന്നു വരുന്നത്. ആ കാലഘട്ടത്തിലേക്കാണ് മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇവിടേക്ക് രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ ഇവർ അജ്മീറിന്റെ താഴ്വരയിലെത്തിയപ്പോൾ ഇവർക്ക് വിശ്രമിക്കാൻ സ്ഥലമില്ല. കാരണം ഇന്ത്യയിലേക്ക് ദാവത്തിന് കടന്നു വന്നവരാണ്. അങ്ങനെ അവിടെയാണ് അനാസാഗർ തടാകം, ഇന്നും വളരെ വിശ്വപ്രസിദ്ധമായ ഇന്ത്യയിലെ ഏറ്റവും വളരെ വിനോദസഞ്ചാരത്തിനൊക്കെ കേന്ദ്രം തന്നെ ടൂറിസമായി രേഖപ്പെടുത്തിയ തടാകമാണ് അനാസാഗർ തടാകം. അങ്ങനെ അതിന്റെ പരിസരത്താണ് മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോടൊപ്പം വന്ന 40-ലധികം ആളുകളും വിശ്രമിക്കാൻ സ്ഥലം സൗകര്യമാക്കുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, അവിടെയും പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. അവിടെ അവർക്ക് താമസിക്കാൻ ഇടം നൽകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ്, അവിടുത്തെ ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് വളരെ ഘോരമായി ഇവരെ ശകാരിക്കുകയും അവിടെ നിന്ന് ഇവർ കടന്നു വന്ന സാമഗ്രികളും ഒട്ടകങ്ങളുമായി നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് മഹാനായ ഖാജയോട് റളിയല്ലാഹു അൻഹുവിനോട് ഉത്തരവിടുകയാണ്. അപ്പോൾ മഹാനായ, നമുക്കറിയാം, ഒരു
തടാകത്തിന്റെ തീരമൊക്കെ എന്ന് പറയുമ്പോൾ അത് ആരുടെയും പൊതു സ്വത്തായി ഗണിക്കപ്പെടാറില്ല, പൊതു താഴ്വരകളാണ്. ആർക്ക് വേണമെങ്കിലും ഉല്ലസിക്കാനും അതുപോലെ വിനോദങ്ങൾക്കും വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണ് കടപ്പുറ തീരങ്ങൾ, അതുപോലെയുള്ള തടാകങ്ങളുള്ള തീരങ്ങൾ, ഇത്തരം വിനോദ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പതിവിന് വിപരീതമായി മഹാനായ ഖാജ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ നിന്ന് പോകാൻ ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു ഇനി എവിടേക്കാണ് പോവുക? അവർ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലേക്ക് കാലുകുത്തിയത്. അങ്ങനെ മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് മാറി കിടക്കുകയാണ്, ഒട്ടകങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ, ഒട്ടകങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു തന്റെ സംഘവും 40-ലധികം വരുന്ന തന്റെ പ്രവർത്തകരും അവിടെ നിന്ന് മാറി. പക്ഷേ ഒട്ടകങ്ങൾ അവിടെ തന്നെ കിടന്നു എന്നാണ് ചരിത്രം. പിന്നീട് ഇവർ കടന്നു വന്നു, പൃഥ്വിരാജിന്റെ സൈന്യം കടന്നു വന്നിട്ട് ഈ ഒട്ടകങ്ങളെ എണീക്കാൻ ഇവർ എത്ര ശ്രമം നടത്തിയിട്ടും ഈ ഒട്ടകങ്ങൾ എണീക്കാൻ സജ്ജനായില്ല എന്നതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിക്ക് മനസ്സിലായി, ഇവർ സാധാരണ മനുഷ്യരല്ല, ഇവർ സാധാരണ മനുഷ്യരല്ല. കേവലം ഇവരുടെ 40-ലധികം ഒട്ടകങ്ങൾ എന്ത് ശ്രമിച്ചിട്ടും എണീറ്റ് പോകാൻ തുനിയാതെ വന്നപ്പോൾ ഇവരാരും സാധാരണ മനുഷ്യരല്ല ഇവരുടെ അടുക്കൽ വന്നത് എന്ന് പൃഥ്വിരാജ് മനസ്സിലാക്കണം. പിന്നീട് ചരിത്രത്തിന്റെ ആ വരികളിലൂടെ പരിശോധിച്ച് നോക്കിയാൽ പൃഥ്വിരാജിന് സത്യം മനസ്സിലായി വന്നു. ഇദ്ദേഹം പരിശുദ്ധമായ ധീരമായി തന്നെയാണ് കടന്നു വന്നത്. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഈ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള തടസ്സം, അഥവാ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എന്റെ അധികാരങ്ങൾ നഷ്ടപ്പെടുമോ, ഈ ദേശത്തിന്റെ ഈ രാജ്യത്തിന്റെ എന്റെ അധികാരം അത് ഖാജയുടെ കൈകളിൽ ഒതുങ്ങുമോ എന്ന് പറയുന്നത് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല എന്നാണ് ചരിത്രം. അങ്ങനെ പിന്നീട് തന്റെ ആളുകൾ ദിനംപ്രതി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. 1000-കണക്കിന് 10,000-കണക്കിന്. അതൊന്നും കുറെ ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കലിന്റെ പേരിലല്ല, മറിച്ച് അവരെല്ലാം കടന്നു വന്നത്, 1000-കണക്കിന് ആളുകൾ കടന്നു വന്നത് ഖാജയുടെ സ്വഭാവം കണ്ടിട്ടാണ്. ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുടെ അവരുടെ സഹപ്രവർത്തകരുടെ ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ, അവരുടെ സ്വഭാവ രീതികൾ, സംസ്കരണ രീതികൾ കണ്ടിട്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ പൃഥ്വിരാജ് അവസാനമായി തീരുമാനിക്കുന്നത്, ഇവരെങ്ങാനും ഈ അജ്മീറിന്റെ മണ്ണിൽ നിലനിന്ന് പോയാലും അത് ഞങ്ങൾക്കൊരു തടസ്സമാകും, ഒരു പക്ഷേ ഇന്ത്യ ഭാവിയിൽ ഞങ്ങളുടെ കൈകളിൽ നിന്ന് തന്നെ അസ്തമിച്ചു പോകുമോ എന്ന വിചാരം അവരിലേക്ക് വരികയാണ്. അങ്ങനെ പിന്നീട് അന്നത്തെ കാലഘട്ടമൊക്കെ എന്ന് പറയുമ്പോൾ മായാജാലങ്ങളുടെ കാലഘട്ടമാണ്. പാമ്പിനെയും അതുപോലെ തേളിനെയൊക്കെ വിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കി അവരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് അജമാലൻ എന്നൊക്കെ പറയുന്ന മായാജാലൻ. പിന്നീട് അദ്ദേഹം അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ച് മുസ്ലിമായി. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അവിടെ ഒരു സംസ്കരണ രീതിയുടെ മുന്നേറ്റമാണ് കടന്നു വന്നത്. അവസാനം ഈ പൃഥ്വിരാജ് തന്നെ അജ്മീർ ഖാജയുമായി യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അജ്മീർ ഖാജയോട് ഏറ്റുമുട്ടാൻ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന അവിടുത്തെ സൈന്യാധിപൻ കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്ന് ഇവരോട് യുദ്ധത്തിന് വെല്ലുവിളിക്കുമ്പോ ഈ 40-ലധികം പേര്, 40ഓളം പേർ ഖാജയുടെ അടുക്കലുള്ള ഈ 40ഓളം പേർ അവിടെ നിന്ന് മാറാതെ അവിടെ ഇങ്ങനെ നിൽക്കാൻ നോക്കൂ നിങ്ങൾ. ഇവരുടെ അടുക്കൽ കൈവശം ആയുധമില്ല, അല്ലെങ്കിൽ ഒരു സൈന്യ യുദ്ധത്തിനുള്ള സംഘട്ടനത്തിനുള്ള ഒരു ഒരുക്കത്തിലല്ല വന്നത്. എന്നിട്ടും ഇവരിങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് തുനിയാൻ പോലും പാടുള്ളതല്ല. കാരണം ഇവർ സാധാരണ മനുഷ്യരല്ല,
ഈ കാണുന്ന ആബാലവൃദ്ധം ജനങ്ങൾ കടന്നു വന്നിട്ടും ഒരു ബോർഡിന് പോലും നിൽക്കാതെ ഇവർ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇവർ സാധാരണ മനുഷ്യരല്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അവിടെയുള്ള പൃഥ്വിരാജിന്റെ സഖ്യത്തിലുണ്ടായിരുന്ന ഒരുപാട് പേർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പിന്നീട് ഹാജിയുടെ കീഴിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം കടന്നു വരികയാണ്. അങ്ങനെയാണ് സുൽത്താനുൽ ഹിന്ദ് എന്ന പേര് വരുന്നത്. സുൽത്താനുൽ ഹിന്ദ്. അങ്ങനെ അജ്മീർ ഹാജ ആദ്യം ചെയ്തത് ഈ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ ഔലിയാക്കളെ പറഞ്ഞയച്ചവിടെ ദഅവത്ത് ചെയ്യലായിരുന്നു. ഇന്ത്യയുടെ വിവിധ നാനാഭാഗത്തിൽ നിന്നും മറപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പോലെയുള്ള വലിയ വലിയ മഹാരഥന്മാർ മഹാനായ ഹാജയുടെ ആ കാലഘട്ടത്തിൽ അവരുടെ ആ സൽമാന്താവിനോടൊപ്പം സഞ്ചരിച്ച് ദഅവത്ത് ചെയ്തവരാണ്. അങ്ങനെ ഇബ്നു ബത്തൂത്ത, നമുക്കറിയാം ലോക സഞ്ചാരിയായുള്ള ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിച്ചു വെക്കുന്നുണ്ട്, അക്കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ വന്നപ്പോ ഇന്ത്യയുടെ നാനാഭാഗത്ത് 700-ലധികം സൂഫിയാക്കൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. 700-ലധികം സൂഫികൾ ഇന്ത്യയിൽ ഇസ്ലാമിക മാർഗദർശനത്തിന് കടന്നു വന്നിരുന്നു എന്ന് ഇബ്നു ബത്തൂത്ത തന്റെ ഡയറി കുറിച്ചു വെക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ഇസ്ലാമിന്റെ ഒരു സംസ്കരണ ശൃംഖലയായിരുന്നു ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 121 മുസ്ലിം രാജാക്കന്മാർ പിന്നീട് തുടർച്ചയായി ഇന്ത്യ ഭരിക്കുകയുണ്ടായി. 121 മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു കാലഘട്ടം സംജാതമായിരുന്നു. അതിന്റെയൊക്കെ തുടർച്ചയാണ് അവസാനം മുഗളന്മാർ, അവിടെ നിന്നാണല്ലോ പിന്നീട് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം അവർ കൈക്കലാക്കുന്നത്. നമുക്കറിയാം, അങ്ങനെ ഈ 121 മുസ്ലിങ്ങൾ ഏകദേശം 1000-ഓളം വർഷങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിന്റെ ഒരു ശൃംഖല ആരംഭിക്കുന്നത് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിലാണ്. അതുകൊണ്ട് ആ മഹാന്റെ ആണ്ട് ദിവസമാണെന്നാണ് റജബ് 6 എന്നുള്ള പരിശുദ്ധമായ ദിവസമാണ്. ഇന്ത്യൻ വൈസ്രോയിയായിരുന്ന ബ്രിട്ടീഷുകാരിലെ ഇന്ത്യൻ വൈസ്രോയിയായിരുന്ന കഴ്സൺ പ്രഭു അദ്ദേഹം തന്റെ ഡയറിയിൽ കുറിക്കുന്നത് അങ്ങനെയാണ്: ഇന്ത്യക്ക് സമീപകാലത്തൊന്നും ഒരാൾക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം അവിടെ പുറത്ത് ഭരണം നടത്തുന്നത് ജനപ്രതിനിധികളാണെങ്കിലും അകത്ത് ഇന്ത്യയെ ഭരിക്കുന്നത് ഇപ്പോഴും അജ്മീറിലുള്ള ഒരു കുപ്പയുടെ താഴെ കിടക്കുന്ന സുൽത്താൻ ആണെന്ന് കഴ്സൺ പ്രഭു, ഇന്ത്യൻ വൈസ്രോയിയായിരുന്ന കഴ്സൺ പ്രഭു അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ തുടർച്ചയൊക്കെയാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, ഏത് പ്രധാനമന്ത്രിമാർ കടന്നു വന്നാലും അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ ആദ്യമായി സന്ദർശിക്കുന്നത് സുൽത്താനുൽ ഹിന്ദിന്റെ അടുക്കലാണ്. അവരുടെ ജനപ്രതിനിധികളും ഇന്നും നമുക്കറിയാം അവിടെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അവിടെ എന്തെങ്കിലും നേർച്ചയാക്കിയതിന്റെ പേരിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പോലും അവിടേക്ക് നേർച്ച ചെയ്ത ഒരു റോഡുണ്ട്, മലമുകളിലേക്ക് ഒരു റോഡ്. ഇന്ന് നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെ അവിശ്വാസികൾക്ക് പോലും വളരെയധികം ദാർശനിക ബോധം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ അജ്മീർ ഹാജയുടെ ആണ്ട് ദിവസമാണെന്നാണ്